അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് പാസ്പോർട്ട് സംബന്ധമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറച്ച് മാനദണ്ഡങ്ങൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് 1989 ശേഷം ജനിച്ചവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടേ പാസ്പോർട്ട് കിട്ടുള്ളൂ. നിർബന്ധമായിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കൽ പ്രയാസം ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊറോണൻ്റെ സമയത്തൊക്കെയാണ് ആ ഒരു നിയമം എടുത്ത് ഒഴിവാക്കുന്നത്. ഇപ്പോൾ രണ്ടാമതും ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളൊരു നിയമമാണ്, പുതിയതായിട്ടുള്ളൊരു അപ്ഡേഷനാണ്. അത് 2023 ശേഷം ഉള്ളത് ആണ് എന്നാണ് പറയുന്നത്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് വായിക്കാം. പുതിയ നിയമം പാസ്പോർട്ടിൽ ഇനി അഡ്രസ്സും മാതാപിതാക്കളുടെ പേരും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. വിശദാംശങ്ങൾ: 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്ക്, 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്ക് ജനന തീയതി തെളിയിക്കാൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പഞ്ചായത്ത് പരിധിയിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ പഞ്ചായത്ത് പരിധിയിലാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നിന്ന്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പരിധിയിലാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, ഇനി കോർപ്പറേഷൻ പരിധിയിലാണ് ജനിച്ചവർ എന്നുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേഷൻ നിന്ന് വാങ്ങുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വെക്കണം എന്നുള്ളതാണ് പാസ്പോർട്ട് സംബന്ധമായിട്ട് വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ. ഇനി അതല്ല, പ്രസ്തുത തീയതിക്ക് മുമ്പ് ജനിച്ചവർക്ക്, അഥവാ 2023 ഒക്ടോബർ 1 മുമ്പ് ജനിച്ചവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയും ജനന തീയതിയായി കാണിക്കുന്ന രേഖയായി സമർപ്പിക്കാം. മനസ്സിലായല്ലോ? 2023 മുമ്പുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രേഖകൾ കാണിച്ചു കഴിഞ്ഞാലും പാസ്പോർട്ടിന് അപേക്ഷിക്കാവുന്നതാണ്. പാസ്പോർട്ടിന്റെ അവസാന പേജിൽ മാതാപിതാക്കളുടെ പേരുകൾ ചേർക്കില്ല. വേർപിരിഞ്ഞതോ കുടുംബവുമായി ബന്ധമില്ലാത്ത മാതാപിതാക്കളുടെ പേരുകൾ പാസ്പോർട്ടിൽ ഉണ്ടാകുന്നത് മൂലം മക്കൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഒഴിവാക്കാനാണ് ഈ നടപടി. ഇതൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഫാദർ ഡിവോഴ്സ്ഡ് ആണ്, ഫാദർ ഡോക്യുമെന്റ്സ് തരില്ല, കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫാദറെ പേര് പാസ്പോർട്ടിൽ ആവശ്യമില്ല, അത് ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മദറെ പേര് പാസ്പോർട്ടിൽ ആവശ്യമില്ല, അത് ഒഴിവാക്കിയിട്ട് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ഇതുവരെ അതിനൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ വന്ന നിയമപ്രകാരം ഫാദറും മദറും പേര് എന്താക്കുന്നില്ല, പാസ്പോർട്ടിൽ കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി വേറെ ഒന്ന് വന്നിട്ടുള്ള അവസാന പേജിൽ അഡ്രസ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ നമുക്കൊരു ട്രാവൽ ഏജൻസിയിൽ അല്ലെങ്കിൽ വേറെ എന്തൊരു ആവശ്യത്തിന് നമ്മൾ ID പ്രൂഫ് നമ്മളൊരു സ്ഥാപനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജാണ് നമ്മൾ പാസ്പോർട്ടിന് നോർമലി കൊടുക്കാറുള്ളത്. ഇതിൽ സെക്കൻഡ് പേജിൽ നമ്മൾ അഡ്രസ്സ്, ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് പലർക്കും പല സമയങ്ങളിലും അത് മിസ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം കൂടുതലായിട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അവസാന പേജിൽ അഡ്രസ്സ് ഉണ്ടാവില്ല. പാസ്പോർട്ട് ഹോൾഡറുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായാണ് ഈ നടപടി. പകരം ബാർകോഡ് ഏർപ്പെടുത്തും. എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് വിലാസം അറിയാൻ പറ്റുമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ മാറ്റങ്ങൾക്ക് ഗസറ്റ് വിജ്ഞാപനം പുറത്തു വരുന്നതോടെ പ്രാബല്യത്തിൽ വരും. ഇതിപ്പോൾ നിലവിൽ ഇത് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലും ഇത് 24-ലൊക്കെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടെന്നുള്ളതാണ് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോക്ക് ബാക്കിലായിട്ട് കാണിക്കുന്നുണ്ട്. പാസ്പോർട്ട് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും, ട്രാവൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും, ഈവൻ ടിക്കറ്റ്, ഗ്രൂപ്പ് ടിക്കറ്റൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട്. അഹ്ബാബ് ട്രാവൽസ്, ചെമ്മാട്, കൊണ്ടോട്ടി ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഉംറ ഗ്രൂപ്പുകളുണ്ട്. ഈ പ്രാവശ്യത്തെ ഹജ്ജ് ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ട്രാവൽ സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പലരും എൻ്റെ കമൻറ്റിൽ, എൻ്റെ വീഡിയോക്ക് കമൻറ്റിൽ പറയാറുണ്ട് കമൻറ്റിന് റീപ്ലൈ ഒന്നുമില്ല എന്നുള്ളത്. പലപ്പോഴും തിരക്കാവുന്നത് കാരണം കമൻറ്റ് റീപ്ലൈ പ്രോപ്പർലി തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിക്കാറില്ല. പക്ഷേ എൻ്റെ നമ്പർ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. എൻ്റെ സ്റ്റാഫുകൾ അറ്റൻഡ് ചെയ്യും. എന്നെ തന്നെ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ രൂപത്തിലൊക്കെ അർജൻറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ കമൻ്റ് ഇട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. 1967 പാസ്പോർട്ട് നിയമം സെക്ഷൻ 24 വ്യവസ്ഥകൾ പ്രകാരം പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ.
ഇനി പുതിയതോ അല്ലെങ്കിൽ പുതുക്കിയതോ ആയ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നവരെ ഈ മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണ് ബാധിക്കാൻ പോവുക? ഭേദഗതി പ്രകാരം പാസ്പോർട്ട് അപേക്ഷ നടത്തുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട പ്രധാന 5 കാര്യങ്ങൾ നോക്കാം.